നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മാംഗോ കേക്ക് ആണ്. ഇനി അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദ 2 കപ്പ്, പഞ്ചസാര 1 കപ്പ്, മുട്ട 4 എണ്ണം, മാംഗോ പൾപ്പ് 1 കപ്പ്, ബട്ടർ 3 ടേബിൾ സ്പൂൺ, എണ്ണ 4 ടേബിൾ സ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, പാല് 1/2 കപ്പ്, വനില എക്സ്ട്രാക്റ്റ് 1 ടീസ്പൂൺ. ഇനി തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം. 350 ഡിഗ്രി ഫാരനൈറ്റിൽ, ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. അതായത് മുട്ട, പാൽ ഇതെല്ലാം തന്നെ ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പ് എടുത്ത് വെളിയിൽ വെച്ച് തണുപ്പ് മാറിയതായിരിക്കണം. അതിനുശേഷം നമ്മളൊരു പാനിലേക്ക് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ തൂത്തിട്ട് കുറച്ച് മൈദ തട്ടി ഇട്ടിട്ട് എക്സ്ട്രാ ഉള്ള മൈദ തട്ടിക്കളയാം. അതിനുശേഷം അതൊരു സൈഡിലേക്ക് വെക്കുക. ഇനി നമുക്ക് മൈദയും ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഇത് മൂന്നും കൂടെ ഒരു അരിപ്പയിലൂടെ അരിച്ച് ഒരു സൈഡിൽ മാറ്റി വെക്കാം. ഇങ്ങനെ ചെയ്യുന്നത് എല്ലാ സ്ഥലത്തും ആ മൈദയിലെ എല്ലാ ഭാഗത്തും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ എല്ലാ വശത്തും എത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി മറ്റൊരു ബൗളിൽ ബട്ടറും എണ്ണയും ഒഴിക്കുക. അതിലേക്ക് തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇതൊന്ന് മെൽറ്റ് ആകുന്നിടം വരെ ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് ക്രീം ആകുന്നിടം വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഒരു മുട്ട ഒരു സമയത്ത് ഒരു മുട്ടയായിട്ട് ചേർക്കണം. ഇനി അതിലേക്ക് വാനില എക്സ്ട്രാക്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി മാംഗോ പൾപ്പ് ചേർക്കാം. ഞാനിവിടെ കേസർ മാംഗോ പൾപ്പാണ്, ക്യാനിൽ വാങ്ങാൻ കിട്ടും, അതാണ് ചേർത്തിരിക്കുന്നത്. ഇനി അതും ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇപ്പം നന്നായിട്ട് മിക്സായി. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മൈദ കുറച്ചിട്ട് കൊടുക്കാം. ഒരു 3 പാർട്ടായിട്ട് ഇട്ട് കൊടുക്കുക. ഒന്നിച്ച് മൈദ ഇട്ട് ഇളക്കരുത്. ഇനി അടുത്ത ബാച്ച് ഇടാം. അങ്ങനെ 3 പാർട്ടായിട്ട് ഈ മൈദ ഈ കൂട്ടിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഹാൻഡ് മിക്സർ അല്ല, ഇത് ഇളക്കാനായിട്ട് ഒരു വിസ്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കയ്യിൽ അല്ലെ ഒരു തടിത്തവി ആയാലും മതി. ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഒരു 2 ബാച്ചായിട്ട് അല്ലെങ്കിൽ ഒരുമിച്ച് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി നന്നായിട്ടത് യോജിപ്പിച്ചെടുക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് ഈ ഒരു പാകത്തിന് കുറച്ച് ലൂസായിട്ടിരിക്കും. ഇനി നമ്മൾ ഓൾറെഡി ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന പാനിലേക്ക് ഇതിൻ്റെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഓയിലൊക്കെ നന്നായിട്ട് തടകിയതായിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ കേക്ക് ബേക്കായി കഴിയുമ്പോൾ അടിയിൽ പിടിക്കും. പിന്നെ ഈ ഒരു ഷേപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളതെന്ന് വെച്ചാൽ ആ പാനിൻ്റെ പകുതി മാത്രമേ ഫില്ല് ചെയ്യാവുള്ളൂ. പിന്നെ അതുകൂട്ട് ടൈമും അതനുസരിച്ച് മാറ്റം ഉണ്ടായിരിക്കും. ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകുന്നതിനായിട്ട് താഴെ ഒന്ന് തട്ടിക്കൊടുക്കണം. ഇനി നമുക്ക് ഓൾറെഡി പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് ഒരു 35 മുതൽ 40 മിനിറ്റ് മതിയാവും ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് റെഡി ആയി കഴിഞ്ഞു. ഇനി ഒരു 10 മിനിറ്റ് നേരം ഈ പാനിൽ തന്നെ തണുക്കാനായിട്ട് വെക്കാം. അല്ലെങ്കിൽ നമ്മളിത് ഒട്ടിപ്പിടിക്കും താഴെ. 10 മിനിറ്റ് തണുത്തതിന് ശേഷം നമുക്കിതൊരു കൂളിംഗ് റാക്കിലേക്ക് മാറ്റാം. തിരിച്ചിടാം. ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുത്തിട്ട് ഇളക്കിയെടുക്കാം. നമ്മുടെ കേക്ക് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്.